ഹലോ അമ്മേ. പല്ലവി, അമ്മ ഇത് എവിടെയായിരുന്നു? ഞാൻ 2 ദിവസമായി അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു, കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് പറയുന്നു. അമ്മ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അത് മോളെ, ഫോണ് എന്റെ കയ്യിൽ നിന്ന് ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് കേടായിപ്പോയി. അത് നന്നാക്കാൻ കൊടുത്തിരിക്കായിരുന്നു. 2 ദിവസം എടുത്തു നന്നാക്കി കിട്ടാൻ. ഓ കൊള്ളാം, നല്ല കഥയായി. ഈ 2 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിയോ? അവിടെ എന്താ നടന്നത്? അത് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞമ്മേ. ശാന്തി മുഹൂർത്തം കഴിഞ്ഞെന്നോ? ആ കഴിഞ്ഞു. അതെങ്ങനെ കഴിയും? ശാന്തി മുഹൂർത്തത്തിന് മുഹൂർത്തമൊന്നും കുറിച്ചില്ലല്ലോ. അങ്ങനൊരു മുഹൂർത്തത്തിന് ഇനിയും നാളുകൾ കഴിയണമെന്നായിരുന്നല്ലോ. പിന്നെ പിന്നെ എങ്ങനെ നിങ്ങൾ ശാന്തി മുഹൂർത്തം നടത്തി? അതൊക്കെ പ്രഭാവതി അമ്മ നടത്തി തന്നു. 2 ദിവസം മുമ്പ് ശാന്തി മുഹൂർത്തം നടക്കുകയും ചെയ്തു. ഇപ്പൊ ഞാനും വിപിൻ സാറും ഒരുമിച്ചാ കഴിയുന്നേ. അത് അങ്ങനെ ശാന്തി മുഹൂർത്തം നടത്തിയ പാർവതി അവിടെ ഇല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ട്. നീ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ഇവിടെ ഇല്ലാത്ത അവൾക്ക് ഞാൻ എങ്ങനെയാ ഫോൺ കൊടുക്കുന്നേ? പല്ലവി, നീ അവൾക്കൊന്ന് ഫോൺ കൊടുക്ക്. അമ്മേ, ചേച്ചി ഇപ്പൊ അടുത്തില്ല. അമ്മ ചേച്ചിയുടെ ഫോണിലേക്ക് തന്നെ വിളിച്ചാ മതി. പിന്നെ അമ്മേ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? ഞങ്ങളുടെ ആദ്യരാത്രിയുടെ അന്ന് ഇവിടെ ഈ വീടിനകത്തൊരു പാമ്പ് വന്നു. എന്നിട്ട് വിനേട്ടനെ തന്നെ അടിച്ചു. നല്ല അടിയായിരുന്നു. പാമ്പ് ചത്തൂന്ന് തന്നെയാ കരുതിയത്. പക്ഷെ അതിന്റെ ഉയിര് പിഴച്ചു. പക്ഷെ ചേച്ചി ആ പാമ്പിന്റെ മുറിവേറ്റ ഭാഗത്തൊക്കെ മഞ്ഞൾ പുരട്ടി അതിനെ പറഞ്ഞയച്ചു. എന്താ അമ്മ, ഞങ്ങളുടെ ആദ്യരാത്രി തന്നെ പാമ്പ് വന്നത്? ഇനി എനിക്ക് വല്ല നാഗദോഷം ഉണ്ടോ? നാഗദോഷമുള്ളവരുടെ ശാന്തി മുഹൂർത്തത്തിന് പാമ്പ് വന്ന് തടസ്സപ്പെടുത്തുമെന്ന് പറയുന്നത് ശരിയാണോ? എടി, നിന്നോട് 100 ആവർത്തി ഓരോന്ന് പറഞ്ഞാലും നീ അത് ചെവി കൊള്ളില്ല. ആ നേരത്ത് പാമ്പ് വരുന്നതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. നീ ആ ഫോൺ കൊണ്ടുചെന്ന് പാർവതി കൊടുത്തേ. അമ്മ അവളുടെ നമ്പറിലേക്ക് വിളിച്ചേ. എനിക്ക് ഇതിൽ അവളോട് സംസാരിച്ചാ മതി.